പ്രിയപ്പെട്ടവരെ, ഇറാൻ അവരുടെ ലക്ഷ്യം നേടിയിരിക്കുകയാണ്. ഈ യുദ്ധത്തിലൂടെ നാശനഷ്ടങ്ങളെല്ലാം നികത്താൻ ഇപ്പോൾ ഈ 2 ആഴ്ച കൊണ്ട് ഇറാൻ ഒരുപക്ഷെ സാധിക്കുമെന്നാണ് ലോകം വിലയിരുത്തുന്നത്. നോക്കൂ നിങ്ങൾ, ഈ വെടിനിർത്തൽ 2 ആഴ്ചയാണ് ഇപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷെ ആ സമയങ്ങളിലെല്ലാം ആ വഴി, അത് ഹോർമുസ് കടലിടുക്ക് വഴി ഏതൊരു കപ്പൽ നീങ്ങുകയാണെങ്കിലും $2 മില്യൺ ഇറാന് നൽകേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, അങ്ങനെ ഒരു സംവിധാനത്തോടു കൂടെ, കരാറോട് കൂടെയാണ് ഈ വെടിനിർത്തൽ ഉണ്ടായിരിക്കുന്നത്. ഇറാൻ ആൻഡ് ഒമാൻ വിൽ ചേഞ്ച് ടോൾസ് ഇൻ ഓൺ ഷിപ്സ് പാസിംഗ് ത്രൂ ദി സൈറ്റ് ഓഫ് ഹോർമുസ് ഡ്യൂറിംഗ് ഇറാൻ ആൻഡ് ഒമാൻ വിൽ ചാർജ് ടോൾസ് ഓൺ ഷിപ്പ് പാസിംഗ് ത്രൂ ദി സൈറ്റ് ഓഫ് ഹോർമുസ് ഡ്യൂറിംഗ് ദി 2 weeks ceasefire. ഈ 2 ആഴ്ചത്തെ ഈ വെടിനിർത്തലിനിടയിൽ കടന്നു പോകുന്ന എല്ലാ കപ്പലുകൾക്കും $2 മില്യൺ ഈടാക്കും, ചാർജ് ആക്കുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇത് ഉപയോഗിക്കുന്നത് ഇറാൻ പ്ലാൻസ് ടു യൂസ് ദി ഫണ്ട്സ് ഫോർ റീകൺസ്ട്രക്ഷൻ. അവരുടെ നിർമ്മാണങ്ങൾ പുനർനിർമ്മിക്കാൻ വേണ്ടിയാണ് ഈ പണം ഉപയോഗിക്കുക എന്നതാണ്. ഇറാൻ ഇപ്പോൾ അതിനുവേണ്ടിയാണത് ചെലവാക്കുക എന്നാണ് പറയുന്നത്. എന്തായിരുന്നാലും ഈ 2 ആഴ്ച ലോകം അംഗീകരിച്ചുകൊണ്ട് $2 മില്യൺ നൽകി എണ്ണ ഇതിലൂടെ അല്ലെങ്കിൽ മറ്റു ചരക്കുകൾ നീക്കം ചെയ്യുന്നതിലൂടെ ഇങ്ങനെ ഒരു നിയമം അവിടെ അപ്ലൈ ചെയ്യപ്പെടുന്നതിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതായത് 2 മില്യൺ എന്ന് 2 മില്യൺ നൽകി കപ്പൽ പോവുക എന്നത് 2 ആഴ്ച ഒരു നിയമപരമായി നടക്കുന്നതോടുകൂടെ അങ്ങനെ ഒരു കാര്യം ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണ് ഇതിലൂടെ നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഇറാന്റെ 10 പോയിന്റുകളാണ് ചർച്ച ചെയ്യുന്നത്. പല പോയിന്റുകളും എന്തായിരുന്നാലും അംഗീകരിക്കും എന്നതിൽ സംശയമില്ല. അതിലുള്ള ഏത് പോയിന്റുകൾ അംഗീകരിച്ചാലും ഇറാന് നേട്ടമാണ്. ആണവ കാര്യമാണെങ്കിലും, അതുപോലെ ഉപരോധങ്ങൾ പിൻവലിക്കുന്നതാണെങ്കിലും, ഹോർമുസ് കടലിടുക്കിന്റെ അധികാരമാണെങ്കിലും, അതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് അംഗീകരിച്ചാൽ വരെ ഈ യുദ്ധം ഇറാന് പൂർണ്ണമായ നേട്ടമാണ്. വലിയ സാമ്പത്തിക സംവിധാനങ്ങൾ ഇറാനിൽ അതോടുകൂടെ ഉണ്ടാകുമെന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, ഇനി യുദ്ധം ഉണ്ടാവുകയില്ല എന്ന കരാറിലേക്ക് പോവുകയാണെങ്കിൽ അത് ഇറാനിൽ വലിയ രൂപത്തിലുള്ള ഇൻവെസ്റ്റിനുള്ള സാധ്യതകൾ നിലനിൽക്കുകയാണ്. നിലവിലെ ഒരു യുദ്ധ സാഹചര്യം നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ ഒരിക്കലും ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുകയില്ല. പക്ഷെ ഇങ്ങനെയുള്ള ഒരു സുരക്ഷിതത്വത്തിലേക്ക് ഇറാൻ നീങ്ങുന്നു എന്ന് വന്നാൽ കൂടുതൽ ഇൻവെസ്റ്റുകൾ അവിടെ വരാനുള്ള സാധ്യതയുണ്ട്. എന്തായിരുന്നാലും ഈ യുദ്ധത്തിൽ എല്ലാ അർത്ഥത്തിലും ഇറാൻ വിജയിച്ചു എന്നത് ലോകം ഇപ്പോൾ പ്രഖ്യാപിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി. മാത്രമല്ല, അമേരിക്കയുടെ ദുരന്തപൂർണമായ പരാജയം എന്ന് ഇതിന് വിളിക്കേണ്ട ഒരു സാഹചര്യം എത്തി. 6 day വാർ എന്നത് അസ്തമിച്ച അധ്യായമാണ്. 40 ദിവസത്തെ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും എല്ലാ പവറും ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളിൽ ഇറാനെയും ഇസ്രായേലിനെയും തുരത്തി ഓടിച്ചു എന്ന ഇറാന്റെ പുതിയ ചരിത്രമാണ് ഇനി ലോകം വായിക്കാൻ പോകുന്നത് എന്നതാണ് ഈ യുദ്ധത്തിന്റെ പ്രത്യേകത.